പണ്ട് കേരളത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അതിന് മുമ്പ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ബയോട്ടോറിയം തിരഞ്ഞെടുത്തത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ കൈവയ്ക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വളരെ വലുതാണ്. അപ്പൊ ഇന്ന് വിവിധങ്ങളായ പ്രോഗ്രാം എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ പുതിയതായിട്ട് വന്നവർക്ക് അത് എന്താന്ന് പോലും അറിയില്ല. അപ്പോ പുതിയതായിട്ട് വന്നവർക്ക് ഒരു അറിവും സാധാരണ നേരത്തെ ബിസിനസ്സിലുള്ളവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലുമായി നമ്മുടെ ജയ്മോൻ സാർ എത്തുന്നതാണ്. വെൽക്കം ജയ്മോൻ സാർ. എന്റെ ഓഡിയോ വീഡിയോ കറക്റ്റ് അല്ലേ? അതെ അതെ അതെ. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. എന്നെ ഇവിടെ അതിമനോഹരമായി പരിചയപ്പെടുത്തിയ പഴന്തോട്ടത്തിന്റെ കരുത്തുറ്റ തേരാളി എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന മനോജ് സാറിന് ഫ്രം ദ ഹാർട്ട് താങ്ക്സ് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം കരുത്തുറ്റൊരു നേതാവ് തന്നെയാണ്, ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വാക്ക് അദ്ദേഹത്തിന് യോഗ്യമായി ചേരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വാക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഭാതത്തിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് വളരെ പവർഫുൾ ആയിട്ട് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടത് എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു പവറാണ്. ആ ഒരു പവറാണ് നമുക്ക് വൈകുന്നേരം കിടക്കുന്നത് വരെ നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു പവറാണ് വൈകുന്നേരം നമുക്ക് കിടക്കുന്നത് വരെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ആ പവറിൽ നിലനിൽക്കട്ടെ. അതിനുവേണ്ടി തമ്പുരാൻ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇവിടെ അതിമനോഹരമായിട്ട് പരിചയപ്പെടുത്തി എന്റെ പേര് ജയ്മോൻ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ കരിമൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ സന്തോഷം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ മനോഹരമായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം എന്ന് പറയുന്നത്. ഉപരിയായിട്ട് വളരെ അഭിമാനം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒട്ടനവധി കുടുംബ അംഗങ്ങളോട് ഒരുമിച്ച് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള മനോജ് സാറിനോടും അതുപോലെ ഡാൻ സാറിനോടും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ചേർന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കുറിച്ച് എന്റെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളിൽ വരുന്ന ഒരു മാറ്റമാണ്. ജയ്മോൻ സാറ് സാധാരണ വെൽനസ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ സംസാരിക്കാറ്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ടോപ്പിക്ക് അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്ന് ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഏതൊരു വ്യക്തിയും ഒരു ലീഡറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ഒരു മീറ്റിംഗിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരാളെ വിളിച്ചു. ആ വിളിച്ച വിളി എന്ന് പറയുന്നത് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലീഡർ ആവണമെങ്കിൽ ഏത് സമയത്തും എന്ത് കാര്യം സംസാരിക്കണമെങ്കിലും, അല്ലെങ്കിൽ ഒരു ടീമിനെ നയിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ എന്ത് കാര്യം സംസാരിക്കണമെന്നുണ്ടെങ്കിലും അദ്ദേഹം അത് പഠിച്ചിരുന്നാൽ മാത്രമേ ഒരു ടീമിലേക്ക് അത് പാസ് ചെയ്യാൻ പറ്റൂ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്, ലീഡർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പല ആളുകളുടെയും പേരും, നമ്മുടെ സാറിന്റെ പേരും നമ്മൾ ലീഡറാണെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തന്നെയാണ് യഥാർത്ഥ ലീഡ് എന്നുള്ള വസ്തു നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്നൊരു വിജയം, നമ്മളിൽ നിന്ന് ഒരു കോൺഫിഡന്റ് മുന്നോട്ട് പോവുകയുള്ളൂ. അതാണ് ടീം അനുഭവിക്കുന്നത്, ടീമിലേക്ക് നമ്മൾ പാസ് ചെയ്തത്. ഞാൻ എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പല ആളുകൾക്കും ഇതൊന്നും അറിയില്ല. എന്ത് ചെയ്യണം, ഞാൻ ആരാണെന്ന് എന്നുള്ള വ്യക്തമായ ബോധ്യമോ ഒന്നും പല ആളുകൾക്കും ഇന്നും പല മേഖലകളിലും ഇല്ലാത്തത് കൊണ്ടാണ് എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂടുന്നു, എന്തൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരൊന്നും ഒരിക്കലും ഒരു സക്സസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺഫിഡന്റോട് കൂടി ലീഡറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിതമായി മാറുന്നത്. ചെയ്യാൻ പ്രേരിതമായി മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചെയ്യാനായിട്ട് പഠിക്കണമെങ്കിൽ വില കൊടുക്കണം, അല്ലെ? ഇന്ന് ഈ പ്രഭാതത്തിൽ കൊടുത്ത് പഠിക്കാൻ വേണ്ടി എല്ലാ പ്ലാറ്റ്ഫോം തെരഞ്ഞെടുത്തതെന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്.
വേറൊന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞതിന് കാരണം ഞാൻ 13 വർഷമായിട്ട് വെൽനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ടോപ്പിക് എന്റെ ഇഷ്ട ടോപ്പിക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മേഖലകളിലേക്ക് സ്വാഭാവികമായിട്ടും കൂടുതലും കടന്നു കയറ്റം ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നത്. എന്ത് ചെയ്താലും അത് പ്രൊഫഷണൽ ആയിട്ട്, അത് നല്ലതായിട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കടക്കുന്ന തരത്തിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അതൊരു MC ചെയ്താലും ഒരു പ്രസന്റേഷൻ നടത്തിയാലും അത് ഏത് മേഖലകളിൽ വർക്ക് ചെയ്താലും അത് ഞാൻ ബെസ്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ബെസ്റ്റ് ആണെങ്കിൽ മാത്രമേ എനിക്കതിനകത്ത് പ്രയോജനമുള്ളൂ എന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെൽനസ് ഫീൽഡ് ആമുഖമായിട്ട് ഞാൻ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിങ്ങനെ ടോപ്പിക് എടുക്കാൻ പ്രധാന കാരണങ്ങളുണ്ട്. കാരണം ഏത് വ്യക്തിക്കും വിജയിക്കണമെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പല ലീഡേഴ്സും ഇവിടെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ എന്റേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതൊന്ന് നിങ്ങളുടെ മുൻപിലേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പ്രോഗ്രാംസിന്റെ പ്രാധാന്യതയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെ? ഇമ്പോർട്ടൻസ് ഓഫ് പ്രോഗ്രാംസ്, അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്താണ് പ്രോഗ്രാമുകൾ? ഇന്നും എന്താണ് പ്രോഗ്രാമുകൾ എന്നറിയാതെ ഈ വേദിയിലിരിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇന്നുമുണ്ട്. എന്താണ് പ്രോഗ്രാമുകൾ? ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പ്രോഗ്രാമുകൾ, അല്ലെ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? എന്താണ് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? എന്തിനു വേണ്ടി ഞാൻ അത് ചെയ്യണം? ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ആ ബെനിഫിറ്റ്സ് എനിക്ക് സ്വായത്തമാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോഗ്രാമുകളുടെ ഇമ്പോർട്ടൻസ്, പ്രോഗ്രാമുകളുടെ പ്രാധാന്യതകൾ, മീറ്റിങ്ങുകളുടെ പ്രാധാന്യതകൾ എന്തൊക്കെയാണ്. നമുക്കറിയാം, ഒരു നെറ്റ്വർക്കിൽ വിജയിക്കേണ്ട ആളുകൾക്ക് ഒരുപാട് പ്രാധാന്യതകൾ, ഒരുപാട് കാര്യങ്ങൾ വേണം, അല്ലെ? അത് നമ്മളിവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമുകളിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ആത്മാർത്ഥമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന, വേണ്ട, ബയോട്ടോറിയം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മുൻപോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിന് 100% ഞാൻ പറയാം, വീട്ടിലിരുന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിൽ പഠിച്ചിട്ട് കാര്യമില്ല. മറിച്ച് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്ത് എന്താണോ സിസ്റ്റം പറയുന്നത് ആ സിസ്റ്റത്തിന് അടിസ്ഥാനപ്പെടുത്തി, സിസ്റ്റത്തിന് വാല്യൂ കൊടുത്തുകൊണ്ട്, സിസ്റ്റത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ വിജയത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് എത്താൻ പറ്റൂ. അതിനാദ്യം നമുക്കിവിടെ വേണ്ടത് അനുസരണമാണ്. എന്താ അനുസരണം? തന്റെ ലീഡർ എന്താണോ പറയുന്നത്, വിജയിക്കാനായിട്ട് കടന്നു വന്ന വ്യക്തിയോട് തന്റെ ലീഡർ എന്താണോ പറയുന്നത്, അല്ലെ ലീഡേഴ്സ് എന്താണോ പറയുന്നത്, ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടാൻ കഴിയാത്ത ഒരു വ്യക്തികൾക്ക് പോലും ഈ മേഖലകളിൽ വിജയിക്കാൻ കഴിയുകയില്ല. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങൾ ആദ്യമായിട്ട് വന്ന് നിങ്ങൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ പ്രോഗ്രാമിലേക്ക് കടന്നു വരണം, നിങ്ങൾ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ മീറ്റിങ്ങുകളിലേക്ക് കടന്നു വരണം. ഈ മീറ്റിങ്ങുകളിലേക്ക് കടന്നു വരണം എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ ചിന്ത, എന്നും ഒരേ ടോപ്പിക്ക് തന്നെയല്ലേ ഞങ്ങൾ കേൾക്കുന്നത്? ഇപ്പോ നമുക്കറിയാം, വിജയിച്ച 4.5 കോടി രൂപ വാങ്ങിച്ച മനോജ് സാർ പറയുന്ന ടോപ്പിക്കും, വിനോദ് സാർ പറയുന്ന ടോപ്പിക്കും, സുരേഷ് സാർ പറയുന്ന ടോപ്പിക്കും, മിനിമാഡം പറയുന്ന ടോപ്പിക്കും, ഡാനി സാർ പറയുന്ന ടോപ്പിക്കും, ഇവിടെ പല ലീഡേഴ്സ് പറയുന്ന ടോപ്പിക്കുകളും ഒരേ രീതിയിൽ തന്നെയല്ലേ? അവരുടെ വ്യത്യസ്ത നിലവാരത്തിൽ, വ്യത്യസ്ത സ്റ്റൈലിലാണ് അവർ പറയുന്നത്. അത് മാത്രമല്ലേ ഉള്ളൂ എന്ന് പലപ്പോഴും ചിന്തിച്ചേക്കാം. DFNs എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, പ്രോഗ്രാമുകളാണ് നിങ്ങളാക്കി മാറ്റുന്നത്. നിങ്ങൾ തെളിഞ്ഞാലും ആ തെളിഞ്ഞ പ്രോഗ്രാമിനെ ഒന്നുകൂടി മിനുക്കി എടുക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വ്യക്തിയായി, പോരാളിയായി മാറുന്നത്. ഒരു പോരാളിയായി മാറാൻ യുദ്ധക്കളത്തിൽ നിങ്ങൾ ഇറങ്ങി യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം. ഈ കോൺഫിഡൻസ് എവിടുന്നാ കിട്ടുന്നത്? ഈ യുദ്ധം ചെയ്ത് വിജയിച്ച ആളുകളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിജയ മന്ത്രത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾക്ക് യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, വിജയിച്ച ആളുകൾ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു കാമ്പ് ഉണ്ടാവത്തില്ലായിരിക്കാം, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവത്തില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം വിജയിച്ചു. എങ്ങനെ വിജയിച്ചു? അദ്ദേഹം വിജയിച്ചത് ആദ്യം അദ്ദേഹം അനുസരണമുള്ളവനായി മാറി. എന്താ അനുസരണമുള്ളവനായി മാറിയത്? എല്ലാ ആളുകൾക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. ഈ പഠിക്കാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യണം. ഇവിടെ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ വണ്ടിയിൽ കയറിയിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടു, അതിനുശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹം വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് എന്തിടണം? ഫസ്റ്റ് ഗിയർ ഇടണം. ഈ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഒരുപക്ഷെ സ്പീഡ് കുറവായിരിക്കാം,
ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ക്ലച്ച് ചിലപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്റർ കുറച്ച് കൊടുത്താൽ മതിയായിരിക്കാം വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അരോചകമായി തോന്നാം. പക്ഷെ ഇത് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രാധാന്യത എന്ന് പറയുന്നത്. രണ്ടാമതാണ് സെക്കൻഡ് ഇടേണ്ടത്, മൂന്നാമതാണ് തേർഡ് ഇടേണ്ടത്, ഫോർത്ത് ഇടേണ്ടത്, ഇങ്ങനെയാണ് പോകുന്നത്. കേറിയപ്പോ തന്നെ ഞാൻ ഹൈവേ കൂടി പോകുന്നത് ഫിഫ്ത്ത് ഗിയറിലാണ് എന്ന് പറഞ്ഞ ഫിഫ്ത്ത് ഗിയറിൽ തന്നെ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കണം ആ വണ്ടി അവിടെ നിന്നു പോവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നതിന് പ്രാധാന്യതയുണ്ട്, പഠിക്കുന്നതിന് പ്രാധാന്യതയുണ്ട്. ആ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ആശാനുണ്ട്. ആ ആശാന മലയാളത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ അവരെയാണ് ലീഡർ എന്ന് പറയുന്നത്. ഈ മുന്നോട്ട് നയിക്കുന്ന വ്യക്തിയാണ് ലീഡർ എന്ന് പറയുന്നത്. ഈ ലീഡറാണ് പറയുന്നത് നിങ്ങൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം. എന്താണ് പ്രോഗ്രാം? പല തരത്തിലുള്ള പ്രോഗ്രാമുകൾ സ്വാഭാവികമായിട്ട് നമുക്കൂടെ ഉണ്ടല്ലേ. ഞാൻ ഒന്ന് രണ്ട് ഒരു ചെറിയൊരു സ്ക്രീൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ചെറിയൊരു സ്ക്രീൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യാം. ഈ പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഈ പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള വാല്യൂസ് നമ്മൾ കൃത്യമായി കൊടുത്ത് മുൻപോട്ട് പോയില്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾക്ക് വിജയിക്കാൻ പറ്റില്ല. കാരണം അത് പരാജയത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ കാണിക്കുന്ന പ്രോഗ്രാമുകൾക്ക് നമ്മൾ വാല്യൂ കൊടുത്തു പോയില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഒരു കാരണവശാലും മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഞാൻ ഒരു നെറ്റ്വർക്കിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന്, അവർ കൃത്യമായിട്ടും എന്ത് ചെയ്യണം, ലീഡർ പറയുന്നത് അനുസരിച്ച് മുൻപോട്ട് പോകണം. ഇവിടെ പ്രധാനമായിട്ടും നമ്മളൊരു ഹോം മീറ്റിംഗ് അല്ലെ. എന്താണ് ഹോം മീറ്റിംഗ്? നല്ല പാട്ടാ കേട്ടോ ഏട്ടാ. സുധാകർ സാറിനോടാണ് പറയുന്നത്, നല്ല പാട്ടാണ്, അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ മീറ്റിംഗിന് ഹോം മീറ്റിംഗ് എന്താ? ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മേഖലകളിൽ, അതായത് സക്സസ് ആകുന്ന മേഖലകളിൽ, സക്സസ് മന്ത്രം നമ്മുടെ വിനോദ് സാറിന്റെ ഭാഷയിലൊക്കെ പറയുന്ന ആ ഒരു മേഖലകളിൽ സക്സസ് ആവണമെങ്കിൽ ഒരാളോട് നമുക്ക് ഈ മേഖല ഓരോ വ്യക്തികളോട് നമുക്ക് ഈ മേഖല പറയുമ്പോൾ ഒരുപാട് 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 സമയങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രോഗ്രാമിന്റെ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് സമയങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് ഇവിടെ പറയുന്നത്, ലീഡേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട NDOP-ലൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ ആളുകളെ നിങ്ങൾ വിളിച്ചു കൂട്ടുക. എവിടെ വിളിച്ചു കൂട്ടണം? എപ്പോഴും നല്ലത് ഹോം മീറ്റിംഗ് എന്ന് പറയുന്ന മേഖലകളിലേക്ക് വിളിച്ചു കൂട്ടുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? അത് പറയാൻ കാരണം ഒരാളോട് പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും, 2 പേരോട് പറഞ്ഞാൽ 2 മണിക്കൂർ എടുക്കും, 3 പേരോട് പറഞ്ഞാൽ 3 മണിക്കൂർ എടുക്കും, 4 പേരോട് പറഞ്ഞാൽ 4 മണിക്കൂർ എടുക്കും. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. എന്നാൽ ഈ 4, 5, 8, 10 പേരെ ഒരു വീട്ടിൽ നിങ്ങൾ വിളിച്ചു കൂട്ടി ഒരു ഹോം മീറ്റിംഗിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മീറ്റിംഗിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ലീഡർ സംസാരിക്കുന്ന ഈ 10 പേരോട് 1-1.5 മണിക്കൂർ സംസാരിക്കുമ്പോൾ ഈ 10 പേർക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ ഈ പ്രോഗ്രാംസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത് കൃത്യമായ സിസ്റ്റമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അസോസിയേറ്റ്സിനോട് പറയുമ്പോൾ അവര് ചോദിക്കുന്ന കാര്യം, എന്തിനാണ് ഹോം മീറ്റിംഗ് വിളിക്കുന്നത്? അവരുടെ ചോദ്യം ഇങ്ങോട്ടാണ്. ഇവിടെ ചോദിക്കുന്നത് പറയുന്നത് ആരാണ്? ഈ മേഖലകളിൽ വിജയിച്ച ആളുകളുടെ വാക്ക് കേട്ട് മുൻപോട്ട് പോകുന്ന ആളുകൾ അസന്നിഗ്ധമായി അടിവരയിട്ട് പറയുമ്പോൾ, പഠിക്കുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഹോം മീറ്റിംഗ് നടത്തണം. നിങ്ങൾ കൃത്യമായിട്ട് ഹോം മീറ്റിംഗ് നടത്തിയാൽ ഹോം മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെ ലീഡർ അവരോട് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ, വളഞ്ഞു നിൽക്കുന്ന, നേരെ നിൽക്കാൻ നട്ടലില്ലാത്തതുകൊണ്ടാണ് വളഞ്ഞു നിൽക്കുന്ന. ക്വസ്റ്റ്യൻ മാർക്കിനെ വെച്ചിട്ട് നമുക്കറിയാലോ, വളഞ്ഞാണ് നിൽക്കുന്നത്, അടിയിലൊരു കുത്തുകൊണ്ട് അല്ലെ, ആ നിൽക്കുന്ന ഒരു ചോദ്യശരം ഇങ്ങോട്ട് വരുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഈ പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കാതെ ചോദ്യചിഹ്നവുമായി ഇങ്ങോട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പരാജയമാവാം. കാരണം വിജയിച്ച ആളുകളുടെ വിജയിച്ച ചരിത്രം നമ്മൾ പഠിച്ചുകൊണ്ട് ആ പഠനമാണ് നമ്മുടെ അസോസിയേറ്റ്സിനെ കൃത്യമായിട്ടും നമ്മൾ അസോസിയേറ്റ്സിലേക്ക് എത്തിക്കുന്നത്. അവിടെ ചോദ്യം വേണ്ട, എന്തിന് ഹോം മീറ്റിംഗ്? സംശയാസ്പദമായിട്ടുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും.
പക്ഷെ സംശയാസ്പദമായിട്ടല്ല, എന്തിനു നടത്തണം? ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, അന്നേരം തോന്നുന്നു ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, അതിനുശേഷം ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്ത ആളുടെ അടുത്ത് പോകാന്നൊരു തോന്നൽ വരുന്നു, അവിടെ പോയി നമ്മൾ സംസാരിക്കുന്നു, അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാളുടെ അടുത്ത് പോകാന്ന് പറയുന്നു, അവിടെ പോകുന്നു, അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവമേ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞ് വേറൊരാളുണ്ടല്ലോ. അപ്പൊ പ്രീ പ്ലാനിങ് ഇല്ലാതെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഒരു ഹോം മീറ്റിംഗിലേക്ക് വിളിച്ചു ചേർത്താൽ ഇവിടെ ഒരു സക്സസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പ്രോഗ്രാമിന്റെ ഒന്നാമത്തെ കാര്യമാണ് പ്രോഗ്രാം സക്സസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. രണ്ടാമത് എന്താണ്, അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് NDOP പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഒരു BOP മീറ്റിംഗ് ആണ്, അല്ലെ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ KBC നിങ്ങളെ വിജയിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള നിലയിൽ ശക്തമായിട്ട് മനോജ് സാറിന്റെ ഡാൻസ് സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലേ. അതിലൊരു പ്രോഗ്രാമിന്റെ പേരാണ് BOP, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ മീറ്റിംഗ്സ് അല്ലെ പ്രോഗ്രാംസ്. ഈ പ്രോഗ്രാം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നതിന് മുൻപ് തന്നെ ഏകദേശം 5-6 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ പോസ്റ്റ് വരുന്നുണ്ട്. ഈ പോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ചില ആളുകൾ തട്ടിവിടുന്നു. ഇതിന്റെ വാല്യൂ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. സോറി, ഒരു കോൾ വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വാല്യൂസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ വാല്യൂസ് അറിയാവുന്ന വ്യക്തി എന്ത് ചെയ്യും, ഈ ഹോം മീറ്റിംഗിൽ 10 പേരെ വന്നോളൂ, അവിടെ അയൽവക്കത്തുള്ള ആളുകളും നമ്മളെ പോലെ എന്നെ പോലെയുള്ള ഒരു ലീഡറും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷെ അവിടെ ക്ലാസ് എടുത്തത്. എന്നാൽ ഇതിലപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രോഗ്രാംസിൽ പങ്കെടുപ്പിക്കണം. ക്ലോസ് ചെയ്ത വ്യക്തിയെ പങ്കെടുപ്പിക്കണം, ക്ലോസ് ചെയ്തതിന് മുമ്പും പങ്കെടുപ്പിക്കാം. കാരണം ഒരു പുതിയ വ്യക്തിയോട് ബിസിനസിന്റെ പ്ലാൻ പറഞ്ഞിട്ട് അവരെ രണ്ടാമത് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു മേഖലയാണ് BOP സെന്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ പറയാറുണ്ട്, കാര്യം പറയാൻ നുണ പറയാതെയൊക്കെ കൊണ്ടുവരാൻ നമ്മൾ പറയുന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും അവിടെ വരുമ്പോൾ കേവലം 300, 350, 250 പേരടങ്ങുന്ന ഒരു മീറ്റിംഗിലേക്ക് വരികയും അവിടെ ജനങ്ങൾ ആ മേടിച്ചിട്ടുള്ള ഇൻകത്തെ കുറിച്ചും ജനങ്ങൾ മേടിക്കാൻ കാരണമായിട്ടുള്ള ഈ മേഖലയുടേതായിട്ടുള്ള യഥാർത്ഥമായ സവിസ്തര കാര്യങ്ങളെ കുറിച്ചും അവിടെ ലീഡേഴ്സ് സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ അതൊന്ന് പതിയാൻ സാധ്യതയുണ്ട്. ഈ പതിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ ലീഡേഴ്സ് പറയുന്നത് നമ്മുടെ അസോസിയേറ്റ്സ് അംഗീകരിച്ചിട്ട് ആ അസോസിയേറ്റ്സ് ഇത്തരത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെ പുതിയ പുതിയ ആളുകളെ ഈ മേഖലകളിലേക്ക് പങ്കെടുക്കണം, ഈ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങൾ പങ്കെടുപ്പിക്കണം. ചില ആളുകൾ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമല്ലേ പിന്നെയും പറയുന്നത്? എല്ലാ ദിവസവും ഒരാൾക്ക് ഒന്ന് തന്നെയല്ലേ പറയാനുള്ളൂ, വേറെന്താ പറയാനുള്ളേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, 500ന്റെ നോട്ട് ഒരിക്കലും 600 ആവില്ലല്ലോ, 10ന്റെ നോട്ട് ഒരിക്കലും 20 ആവില്ലല്ലോ, അല്ലെ? ആ ഫിഗർ മാറിപ്പാറില്ലല്ലോ. ഇത് തന്നെയല്ലേ BOPയിൽ നമ്മൾ പറയുന്നതായിട്ടുള്ള കാതലായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവരുടേതായിരിക്കുന്ന ശൈലിയിലും അവരുടേതായിരിക്കുന്ന രീതിയിലും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരിയല്ലേ? അതെ. മൂന്നാമതൊരു കാര്യമുണ്ടല്ലേ, അപ്പൊ ബിസിനസ്സിലേക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി BOPയിലേക്ക് കൊണ്ടുവന്നാൽ ഈ പ്രോഗ്രാം BOP എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് അവരെ അടുപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അവർക്ക് സക്സസ് ആകാൻ പറ്റും. അവിടെ വിജയിച്ച ലീഡേഴ്സ് ഉണ്ട്, അവിടെ 4 കോടി മേടിച്ച, 1.5 കോടി മേടിക്കാനായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. എന്നാൽ 440 രൂപ മുടങ്ങി ലക്ഷങ്ങളോളം മേടിച്ചിട്ടുള്ള ടാലന്റ് അച്ചീവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ഇവരുടെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ വരെ നമ്മൾ ഹോം മീറ്റിംഗിൽ പറഞ്ഞതിലും വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ BOP സെന്ററിൽ പറഞ്ഞിട്ടുള്ളത്. അത് കൊണ്ടുവരുന്ന വ്യക്തി ഈ ആരെയാണോ കൊണ്ടുവരുന്നത് അവന്റെ കൂടെ ഇരുന്നു കൊണ്ട് സ്വാഭാവികമായിട്ടും അവനത് കേട്ടാൽ, അവനത് മനസ്സിലാക്കിയാൽ അവൻ അവിടെ ശരിക്കും പറയാം ഒരു എൻട്രിക്ക് വേണ്ടി ദാഹിക്കുന്നതായി കാണാൻ പറ്റും. ഇത് പഠിക്കുന്നത് എവിടെയാണ്? ഈ പ്രോഗ്രാമുകളിലല്ലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എവിടെയാണ്? ഇത് പ്രോഗ്രാമുകളിലല്ലേ പഠിക്കാൻ പറ്റൂ. ഇവിടെയല്ലേ നമ്മൾ പറയുന്നത് ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാത്ത വ്യക്തികൾക്ക് സക്സസ് ആകാൻ പറ്റില്ല. വിനോദ് സാറിന്റെ ഭാഷ പറഞ്ഞ സക്സസ് മന്ത്രം അവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാത്ത വ്യക്തികൾക്ക്, കേൾക്കാത്ത വ്യക്തികൾ ആരുമില്ല കേട്ടോ, ചെവി ഉണ്ടെങ്കിൽ കേൾക്കും. അനുസരിക്കാത്ത വ്യക്തികൾക്ക് ഒരു കാരണവശാലും അവിടെ സക്സസ് ആവാനായിട്ട് പറ്റില്ല, അവിടെ വിജയിക്കാനായിട്ട് പറ്റില്ല. ഒരുപക്ഷെ അവിടെ വിജയത്തിന്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ബിസിനസ് ഇല്ലെങ്കിൽ പോലും
BOP-യിലും അതുപോലെ തന്നെ ഹോം മീറ്റിംഗ്സിലൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ആ ഒരു ശരിക്കും പറഞ്ഞ പ്രസൻസ് അവിടെ പുലർത്തുന്നുണ്ടെങ്കിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും വിജയിക്കും. നമുക്കറിയാം, ഒരു വിത്ത് താഴെ വീണു അല്ലെ, ആ പച്ച വിത്താണെങ്കിൽ ആ പച്ച വിത്ത് താഴെ വീണ് കുറച്ച് മണ്ണിന്റെ അടിയിലേക്കാണ് പോയേക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ വെള്ളങ്ങൾ തുള്ളികൾ വീണ് ആ വിത്ത് കുതിർന്നുകൊണ്ട് അത് ഒരു നാളിൽ കിളിർത്തു വരും. അത് താഴെ കിടക്കുന്ന വിത്താണെങ്കിൽ കൂടി അതിന്റെ കരുത്താധികം. കാരണം മണ്ണിന്റെ മുകളിൽ നിൽക്കുന്ന വ്യക്തി പെട്ടെന്ന് ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ താഴെ ആയിരിക്കുന്നിടത്തോളം കാലം ഈ വിത്തിന്റെ വേരുകൾ താഴേക്ക് പോകും. ആ കാറ്റടിച്ചാലോ അല്ലെ മറ്റുള്ള പ്രശ്നങ്ങൾ വന്നാലോ അത് കുലുങ്ങത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ നിങ്ങൾ പങ്കെടുത്തേ പറ്റൂ. വിജയിക്കേണ്ട ആളുകൾ മാത്രം കേട്ടോ. ഇവിടെ വിജയിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ജീവിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി, ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഇന്നലെ വരെ ഞാനൊരു ജോലിക്കാരന് കേവലം 10,000-5,000 രൂപയ്ക്ക് വേണ്ടി പണിയെടുത്തൊരു വ്യക്തിയാണ്. നാളെ മുതൽ എനിക്ക് അത് പോരാ, എന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ, എനിക്ക് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർ മുന്നോട്ട് പോകുന്ന പോലെ മുന്നോട്ട് പോകണമെങ്കിൽ, എന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ ഞാൻ നിൽക്കുന്ന മേഖലയിൽ എന്റെ ലീഡർമാർ എന്താ പറയുന്നത് അതനുസരിച്ചേ പറ്റൂ. ചിലപ്പോൾ ലീഡറിന് കഴിവുണ്ടാവത്തില്ല, ചിലപ്പോൾ ലീഡർ അല്പം ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ലീഡർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തിരുത്തുകൾ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കാം. പക്ഷെ ഇവിടെ പറയുമ്പോ അവർ വിജയിച്ചതാണെന്നുള്ള വ്യക്തമായ ബോധ്യം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. അവരെ നിങ്ങൾ വിജയമന്ത്രം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരണം. ഏത് പ്രോഗ്രാം? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന BOP പോലുള്ള പ്രോഗ്രാമുകളിലേക്ക് വരണം. എന്താണ് NDOP പ്രോഗ്രാംസ് മീറ്റിംഗ്സ് എന്ന് പറയുന്നത്? NDOP ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ലെ? എന്താണ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം? പലർക്കും പലപ്പോഴും അറിയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു NDOP മീറ്റിംഗിൽ പോയി പങ്കെടുത്തപ്പോ അവിടെ ID അടിക്കാത്ത ആളുകൾ വന്നു. അവിടെ ID അടിക്കാത്ത ബിസിനസ്സിലേക്ക് എൻ്റർ ആവാത്ത ആളുകൾ വന്നു. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടിരുന്ന മേഖലയാണോ NDOP എന്ന് പറയുന്നത്? അല്ല. ID അടിച്ച് ബിസിനസ്സിൽ ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പഠിപ്പിക്കുന്ന ഒരു മേഖലയല്ലേ, പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പഠിപ്പിച്ചെടുക്കുന്ന ഒരുക്കി തെളിക്കുന്ന ഒരു മേഖലയല്ലേ NDOP എന്ന് പറയുന്നത്? അവിടെ ആരെയാ കൊണ്ടുവന്നത്? കേവലം BOP കൊണ്ടുവരേണ്ട ആളുകളെ അവിടെ NDOP കൊണ്ടുവന്നു ക്ലോസ് ചെയ്യാനാ. ഇനി അവരെ കൊണ്ടുവരുമ്പോ ലീഡേഴ്സുമായിട്ടൊന്ന് സംസാരിപ്പിച്ചാൽ അവർ എൻ്റർ ആവും എന്നുള്ള ചിന്തയിലായിരിക്കാം ഒരു പക്ഷെ കൊണ്ടുവന്നത്. ഇവിടെ ഇത് കൃത്യമല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുന്നത് എവിടെയാണ്? ഈ പ്രോഗ്രാംസുകളിലല്ലേ. BOP-യിൽ ആരെ കൊണ്ടുവരണം? NDOP-യിൽ ആരെ കൊണ്ടുവരണം? അതല്ലേ അവിടെ മിസ്റ്റേക്ക് പറ്റിയത്. ഈ മിസ്റ്റേക്സ് തിരുത്തുന്നത് ഇത്രയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കുമ്പോഴല്ലേ. ഈ മിസ്റ്റേക്സ് തിരുത്തിപ്പോയില്ലെങ്കിൽ നമുക്ക് എന്നാ ഒരു വിജയ സാധ്യത ഉണ്ടാവുന്നത്? ഈ മിസ്റ്റേക്സ് തിരുത്തിയില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള രീതി അനുസരിച്ച് പോയാൽ എന്നാ ഇവിടെ വിജയിക്കുന്നത് അല്ലെ? എന്നാ ഇവിടെ വിജയിക്കുന്നത്? ഒരിക്കലും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റത്തില്ല. ഈ വിജയം അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. പ്രോഗ്രാമിൽ പങ്കെടുത്തേ പറ്റൂ. അടുത്ത എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്? ആ പ്രോഗ്രാം നമ്മൾ ഉറപ്പായിട്ട് പങ്കെടുത്തു. അടുത്ത എന്താണ്? RTP പോലുള്ള പ്രോഗ്രാംസ് അല്ലെ? എന്താ RTP? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പാലക്കാടും അതെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെ വളരെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു RTP ട്രെയിനിങ് നടത്തി. ഓഡിറ്റോറിയത്തിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ KBCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു RTP നടത്തിയത്. പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനേഴ്സ് ആയിരുന്നു. നിങ്ങൾ നോക്കിയ പൊക്കത്തിലല്ല കാര്യം, വണ്ണത്തിലല്ല കാര്യം, അവിടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, ആ വാക്കുകൾക്ക് കഴമ്പുണ്ടായിരുന്നു, ആ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. ഈ ശക്തിയുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് നമ്മൾ എന്ത് പോണം? ആ ട്രെയിനിങ് പ്രോഗ്രാം അവിടെ ചെല്ലണ്ടേ? ക്ഷീണിച്ചു പോവില്ല. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ രക്തം ശ്രദ്ധിച്ചാൽ മാത്രമേ പിന്നീടുള്ള സുഖ സൗകര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ മനോജ് സാർ പറയുന്ന ഒരു വാക്കുകളുണ്ട് അല്ലെ, ബസ് സ്റ്റാൻഡിൽ ആഗ്രഹിച്ചു അല്ലെ. അത്രയും തേജോവധമായിട്ടുള്ള അവസ്ഥകളൊന്നും ആർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നു അതിന്റെ പിന്നീട് ഒരു വിജയ രഹസ്യം എന്ന് പറയുന്നത്? എനിക്ക് വിജയിച്ചേ അടങ്ങൂ എന്നുള്ളൊരു ഒറ്റ വാശി. അതേ പോലെ അല്ല ജീവിതത്തിൽ ഉണ്ടായി ആ മുന്നേറ്റം
എന്നുള്ളൊരു ഒഴിച്ച് വളർത്തിയപ്പോൾ അത് 10 മാസം കൊണ്ട് വളർന്നു. ഇതിന്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് മാറി. കഷ്ടപ്പാടുണ്ടെന്നേ, കഷ്ടപ്പാട് കാശ് ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിങ്ങിൽ ഞാൻ പങ്കെടുത്തത് 12. അത്രയൊന്നും ഇല്ല ഇവിടെ. പല ആളുകളും പലരുടെയും ടീമിൽ വിളിച്ചപ്പോ സംസാരിച്ചപ്പോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. 2000 രൂപ സ്വാഭാവികമായിട്ടും എങ്ങനെ 2000 രൂപ മുടക്കിയവരുടെ ചോദിച്ചാൽ അറിയാം, 20,000 രൂപ കൊടുത്താൽ പോലും മനോഹരമായിട്ട് ഞങ്ങൾക്ക് കിട്ടത്തില്ല. ആര് പറഞ്ഞാലും കിട്ടത്തില്ല. എപ്പോഴും പറയാം, നമുക്കറിയാം സുരേന്ദ്രന്റെ ട്രെയിനിങ്ങും വിനോദ് സാറിന്റെ ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ കേൾക്കുമ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞ് വിജയിച്ച ആളുകളുടെ മന്ത്രമാണ്, അല്ലെ? വിജയിച്ച ആളുകളുടെ മന്ത്രം. അവർ കഥയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില രാവിലെ എഴുന്നേറ്റ് വാക്കത്തിയും വെട്ടുകത്തിയും എടുത്ത് പ്രിയ ഫ്രണ്ട്സ്, നിങ്ങളായിട്ട് പാത നിങ്ങൾ ഒരിക്കലും ഇവിടെ പാത വെട്ടി ഇവിടെ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ലീഡേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ബോധം തരുന്നുണ്ട്, അവബോധം തരുന്നുണ്ട്. നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്താൽ മാത്രം മതി. യാത്ര ചെയ്താൽ മാത്രം മതി. നിങ്ങളോട് പറയുമ്പോൾ എന്തിന് ഞാനിത് പഠിക്കണം പറഞ്ഞാൽ മതി. നിങ്ങളത് അനുഭവിച്ചറിയണം. ആ ഒരു വലിയ മെഗാ പ്രോഗ്രാം, അല്ലെ? അതിന്റെ വീഡിയോ ഇപ്പോൾ ഉടൻ തന്നെ ഇറങ്ങും. ആ മെഗാ പ്രോഗ്രാം എന്തുണ്ട്? നിങ്ങൾ അനുഭവിച്ചറിയണം. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, ലീഡറായി തെളിയാൻ പോകുന്ന, ലീഡറായി മുന്നോട്ട് പോകാൻ പോകുന്ന നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ശക്തിയുണ്ട്. പക്ഷെ പല പ്രോഗ്രാമുകളിൽ നിങ്ങൾ പങ്കെടുക്കാതെ ഒരു കൊണ്ട് തന്നെയാ പങ്കെടുക്കുക. അതിന് ഒരു സംശയമില്ല. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലീഡേഴ്സിനെ അല്ല കുറ്റം പറയണം, മറിച്ച് നിങ്ങളെ തന്നെ കുറ്റം പറയണം. എന്തുകൊണ്ടാ ജയ്മോനെ നീ പോകാഞ്ഞത്? എന്തുകൊണ്ടാ മനോജ് സാറെ നീ പോകാഞ്ഞത്? എന്തുകൊണ്ടാണ് അഭിലാഷ് സാറെ നീ പോകാഞ്ഞത് എന്ന് നിന്റെ മനസ്സോട് നീ ചോദിക്കണം. വേറെ ആൾ ചോദിക്കുമ്പോഴാണല്ലോ നിനക്ക് പ്രശ്നം. അപ്പൊ നമ്മുടെ സ്വന്തം മനസ്സിനോട് നമ്മൾ ചോദിക്കണം. ചോദിച്ചിട്ട് ആ നമ്മുടെ തോളെ തന്നെ തട്ടിട്ട് ഒരു കാര്യം എന്താ പറയേണ്ടത്? സാരമില്ല, അടുത്ത പ്രാവശ്യം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ശരിയായിരുന്നു. പക്ഷെ ലീഡറെ പഠിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് പോയി. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരൊറ്റ ബൂസ്റ്റർ ബോണസ് മേടിച്ചാൽ കൃത്യമായിട്ട് 20 രൂപ ബാലൻസ് ഉണ്ട്. ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള കാശും കൂടെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു കൃത്യമായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട്, അല്ലെ? 2020 രൂപ ഒരു 50 PBയുടെ ബൂസ്റ്റർ ബോൺ ഒരെണ്ണം ഒറ്റ സ്റ്റൈല് 13,500 വെച്ചാൽ നിങ്ങളുടെ RTP ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. പട്ടിക്കാശല്ല, പോയി പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. ഒരു നാരങ്ങ വെള്ളം ബാക്കിയുള്ള പൈസയ്ക്ക് കുടിക്കാമായിരുന്നു. ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ അനുസരിച്ചില്ല. ആ RTP ട്രെയിനിങ്ങിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് അയ്യോ, പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ, അല്ലെ ഞങ്ങൾക്കാർക്കല്ല, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ അടങ്ങൂ, നിങ്ങൾ വിജയിച്ചേ അടങ്ങൂ, നിങ്ങൾ വിജയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള വാശി നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെ? 2030 100 കോടീശ്വരൻ എന്ന് പറയുന്ന പട്ടിക നമ്മൾ തികയ്ക്കും. ഈ മേഖല എന്ന് പറയുന്ന ബയോട്ടോറിയം എന്ന് പറയുന്ന മേഖല ലോകത്തിലെ നമ്പർ 1 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്, MLM കമ്പനിയാണ്. ആദ്യം ബയോട്ടോറിയത്തെ വിശ്വസിക്കാത്ത, ബയോട്ടോറിയത്തിലെ തേരാളികളെ വിശ്വസിക്കും വിജയിക്കാനായിട്ട് പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തേ പറ്റൂ. ശരിയല്ലേ? നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ അതുപോലെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തേ പറ്റൂ. അതുകൊണ്ട് ലീഡേഴ്സ്, അല്ലെ, ലീഡർഷിപ്പ് LTP ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ആരാണ്? ഇരിക്കുന്ന ലീഡറായി മാറാൻ കുറവ് ചെങ്കലിനെ പോലെ ആയി മാറാൻ വേണ്ടിയിട്ട്, അല്ലെ? എന്താ അങ്ങനെ പറയാൻ കാരണം? വെട്ടുകുഴിക്ക് മേളിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെത്തിക്കഴിഞ്ഞാൽ അതിന് പൊടി പറക്കും, അതിന്റെ ശകലങ്ങൾ തെറിക്കും, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറും, അല്ലെ? അപ്പൊ കുഴിക്കകത്ത് വെച്ച് തന്നെയാണ് ആ കല്ല് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കുറവ് തീർത്ത് മുന്നോട്ടെടുക്കേണ്ടത്. ആ മുന്നോട്ട് തീർത്ത് പലപ്പോഴും നമുക്കറിയാം, ഒരു സ്വർണം എന്ന് പറയുന്നതിന് ഊതി 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 എവിടെയാണ്? തീയിലിട്ട് ഊതി തെളിക്കും, അല്ലെ? ഊതി തെളിച്ചു കഴിയുമ്പോഴാണ് പൊന്നുപോലെ, അത് അല്ലെ, സ്വർണം പൊന്നുപോലെ പുറത്തു വരണം. എന്നിട്ട് അത് കഴുത്തിലും കാതയിലും കയ്യിലും കാലിലും ഒക്കെ ഇടുമ്പോൾ തന്നെയുള്ള ഒരു ഭംഗി. ആ സ്വർണത്തിന്റെ ആദ്യമഘട്ടത്തിലേക്ക് നിങ്ങൾ നോക്കേ, ഏതെങ്കിലും മനുഷ്യൻ വഴി കിടന്നാൽ പോലും സാധനം എടുക്കത്തില്ല. അത് എടുത്തുകൊണ്ട് വന്നിട്ട് അതിന്റെ വേണ്ടപ്പെട്ട ആളുകൾ, അല്ലെ, അതിന് ഒരു ലീഡ്, അല്ലെ, അവന്റെ കഴിവാണ്. അതുകൊണ്ട് തന്നെ വന്ന്
അതിനെ ഇന്ന് നിങ്ങളുടെ കാതിലും കണ്ടുവിടാൻ മനോഹരമായി മാറുന്ന ഒരു ലെവലിൽ. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അസോസിയേറ്റ്സിനോടും എനിക്ക് പറയാനുള്ള സ്വാഭാവികമായിട്ട് എന്താണ്, ഇവിടെ നിങ്ങൾ പോലെ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് വിജയിപ്പിച്ചേ അടങ്ങൂ, അല്ലെ? ഇവിടെ വിജയിച്ചേ അടങ്ങൂ. ഇവിടെ പ്രോഗ്രാമുകൾ ഇല്ല എന്നുള്ള പേരായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് വന്നു ഇല്ല, ഇവിടെ പറഞ്ഞില്ല. എന്താണ് കാര്യം ഞങ്ങൾക്കറിയാം. കമ്പനി പറയുന്ന ആളുകൾ ആ പ്രോഗ്രാമിലുണ്ടാവും, പ്രോഗ്രാമിലുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല. പ്രോഗ്രാം ചില ആളുകളെ കണ്ടിട്ടില്ലേ, ഇവിടെ സുഖക്കുമ്പോഴത്തേനും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. കഴിയുന്നത് കളിക്കരുത്. ഗ്രൂപ്പിൽ മെസ്സേജ് മര്യാദ നിങ്ങൾ എവിടുന്നാ പഠിക്കുന്നത്? ഈ ഗ്രൂപ്പിൽ ഈ പ്രോഗ്രാമിൽ കയറിയാലല്ലേ ഇത്തരത്തിലുള്ള മര്യാദകൾ നിങ്ങൾ പഠിക്കൂ. ഇവിടെ 6 മണി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, 7 മണി വരെ മെസ്സേജ് ഇടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെ? ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുന്നില്ല. ഇവിടെ വളരെ അറ്റൻറ്റീവ് ആയിട്ടിരുന്ന് നമ്മൾ കേൾക്കണം. ഇത് നമ്മൾ ഇവിടെ മര്യാദകളാണ് പഠിപ്പിക്കുന്നത്. വിജയിക്കാൻ വേണ്ട മര്യാദകൾ, വിജയിക്കാനുള്ള കാര്യങ്ങൾ, വിജയം എന്ന് പറയുന്ന ആ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ പകരാനുള്ള കാര്യങ്ങൾ, അത് മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് പഠിക്കണമെങ്കിൽ കേവലം നിങ്ങൾ രണ്ടുപേരും ചായ കുടിക്കുമ്പോൾ, ലീഡേഴ്സും അസോസിയേറ്റ്സും ചായ കുടിക്കുമ്പോഴിരുന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, മറിച്ച് പ്രോഗ്രാമുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രോഗ്രാമുകളിൽ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും അവിടെ എന്തൊക്കെ വേണം, ഏതൊക്കെ തരത്തിൽ ഒരു മീറ്റിംഗ് എങ്ങനെയായിരിക്കണം, ഒരു BOP, ഒരു ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമുകളിൽ വേണം. നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്യണം. സിസ്റ്റം ഡ്യൂപ്ലിക്കേഷൻ തന്നെയാണ്, അല്ലെ? അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് പറയുന്നു, ഇന്ന് പറഞ്ഞ കാര്യം നാളെ പറയുന്നു, നാളെ പറഞ്ഞ കാര്യം മറ്റന്നാൾ പറയുന്നു. ഇവിടെ കഴിവൊന്നും വേണ്ട. ഇവിടെ എന്താ കഴിവ്? ഇവിടെ കൃത്യമായി അനുസരണ മനോഭാവമുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലീഡറാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്താ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നത്? എന്തുകൊണ്ടത് പ്രവൃത്തി പദത്തിലേക്ക് എത്തുന്നില്ല? നമ്മൾ ലീഡറാണെങ്കിൽ, നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോഗ്രാംസിൽ പങ്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ വിജയം എന്ന് പറയുന്നത് ഡെയിലി നടക്കണം. അവിടെ വിജയം നടക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ലീഡർ അല്ല എന്ന് നമുക്ക് പറയുന്നില്ല. പക്ഷേ അനുസരണ സ്വഭാവമില്ലാത്ത ബോധ്യം നമുക്കുണ്ട്. പല കാര്യങ്ങളും എന്ത് പറയാൻ ലീഡേഴ്സ് ഉണ്ടല്ലേ? ഈ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ലീഡേഴ്സിന് വാല്യൂ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നാളെ നിങ്ങളും ഒരു ലീഡറായി മാറും. നിങ്ങൾക്കും അസോസിയേറ്റ്സ് ഉണ്ടാവും. ഈ അസോസിയേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അസോസിയേറ്റ്സ് അംഗീകരിച്ചില്ല, അനുസരിച്ചില്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന്. ഇവിടെ കൃത്യമായിട്ട് ലീഡേഴ്സ് പറയുന്നത് അനുസരിക്കുക. ഇവിടെ പ്രോഗ്രാമിൽ എൻ്റർ ആവണം, പ്രോഗ്രാമിൽ കയറണം, ഹോം മീറ്റിംഗ് എങ്ങനെയാണ്, BOP എങ്ങനെയാണ്, NDOP എങ്ങനെയാണ്, RTP എങ്ങനെയാണ്, ലീഡർഷിപ്പ് ട്രെയിനിങ് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോ നിങ്ങൾ അത് അനുസരിച്ച് തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയമല്ല. നാളെ നിങ്ങൾ വിജയിക്കുന്ന സമയത്ത്, നിങ്ങളുടെ വിജയിക്കാൻ റെഡി ആകുന്ന സമയത്ത് നിങ്ങളുടെ അസോസിയേഷനോട് അത് പറയുമ്പോൾ അവരത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഈ ലീഡേഴ്സിനെ പറഞ്ഞ കാര്യം എത്രത്തോളം കാമ്പുള്ളതായിരുന്നു, എത്രത്തോളം കഴമ്പുള്ളതായിരുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വരും, നമുക്കത് മനസ്സിലാക്കാനായിട്ട് വരും. ഞാനിവിടെ ഒരു വളരെ വ്യക്തമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാം. ഇവിടെ കൃത്യമായിട്ട് പ്രോഗ്രാം ഉപയോഗിക്കാത്ത വ്യക്തികൾക്ക് യാതൊരു തരത്തിലുള്ള വളർച്ച ഉണ്ടാവത്തില്ല. അത് അടിവരയിട്ട് ഞാനും ഒരു കാലത്ത് അങ്ങനെ വിശ്വസിച്ചൊരു വ്യക്തിയാ. ഞാൻ ക്ഷീണിക്കുമ്പോ, തളരുമ്പോ, ഈ മേഖലകളിൽ ഞാൻ ചെയ്യുന്ന മേഖല എങ്ങനെ വ്യക്തമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ സാറേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനകത്ത് എന്തായാലും ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അറിവ് എനിക്കുണ്ട്, പരിജ്ഞാനം എനിക്കുണ്ട്. പക്ഷെ പരിജ്ഞാനം ഇവിടെ വേണ്ട. പൊതുപരിജ്ഞാനമല്ല ചെയ്യുന്ന മേഖലയെ കുറിച്ചുള്ള വ്യക്തമായി അദ്ദേഹത്തെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറയും, അത് സാരമില്ല, സോറി, അതിങ്ങനെ വായിച്ചാൽ മതി, അതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവിടെ ഒരു തിരുത്തലുണ്ട്. തിരുത്തലും കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാമിലും കൂടെ കയറി ഒന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ ആ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം, നമ്മളൊരു കോൺഫിഡന്റ്, ഒരു ധൈര്യം
ATM അല്ലെ? നമ്മൾ ഓരോരുത്തരെയും മുന്നോട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം. ഞാനും എന്റെ ടീമും ഇവിടെ ഡെയിലി 6 മണിക്ക് നടക്കുന്ന സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പങ്കെടുക്കും എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് കുറച്ച് തീരുമാനം എടുത്തു. സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുന്ന ആളുകളെ കൂടത്തിൽ കൊണ്ടുപോവുക, അനുസരണ ശീലമുള്ള ആളുകളെ കൂടെ കൊണ്ടുപോവുക. അനുസരണമില്ലാത്ത ഒരു നാളുകളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അനുസരണമുള്ള ആളുകൾ നമ്മൾ പറയുന്ന അനുസരിച്ചാൽ, നമ്മൾ പറയുന്നത് കേട്ടാൽ കൃത്യമായിട്ട് നമ്മളും വിജയത്തിലേക്ക് എത്തും, അവരും വിജയത്തിലേക്ക് എത്തും. ഇത് അവര് വിജയത്തിലേക്ക് എത്തത്തില്ല. വിജയത്തിലേക്ക് എത്താതെ വരുമ്പോൾ പ്രശ്നം ലീഡറിന്റെയാണ്. എന്തുകൊണ്ടാണ്? കാര്യം പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം ശരിക്കും വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൃത്യമായിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വന്നേനെ. ഞാനൊരു ഒറ്റ കഥ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു വ്യക്തി ചെറുപ്പത്തിൽ 2 പൈസ കട്ടു. അന്ന് അമ്മ ആ കുഞ്ഞിനെ വിലക്കിയില്ല. അദ്ദേഹം 10 പൈസ കട്ടു, വിലക്കിയില്ല. 1 രൂപ കട്ടു, വിലക്കിയില്ല. ഭാവിയിൽ അദ്ദേഹം ഒരു കള്ളനായി മാറി. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടിട്ടു. ഒരു ദിവസം ഈ മകൻ പറഞ്ഞു, എനിക്ക് അമ്മയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അമ്മ വളരെ വിഷമിച്ചു. എന്റെ മോൻ ജയിലിലാണെങ്കിലും എന്നെ കാണണം എന്നുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചല്ലോ എന്നുള്ള ഉള്ളിന്റെ ഉള്ളില് ഒരു സന്തോഷവും, ജയിലിലാണെന്നുള്ള വിഷമവും ഒക്കെ പേറിക്കൊണ്ട്, നാട്ടുകാർ കള്ളനാണെന്ന് പറയുന്നല്ലോ എന്നുള്ള വിഷമമൊക്കെ പേറിക്കൊണ്ട് ജയിലിലേക്ക് ചെന്ന് ഈ മകൻ അമ്മയോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അടുത്ത് നിന്നു. അമ്മയോർത്ത് ചെവിയിൽ എന്തോ സ്വകാര്യം പറയാനായിരുന്നു. അമ്മയുടെ ചെവിയോട് ചേർന്ന് നിന്നിട്ട് അമ്മയുടെ ചെവി കടിച്ചു പറിച്ചെടുത്ത ഒരു ചരിത്രം നമ്മൾ കഥകളിലൂടെ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഈ ഒരു നാണയം കട്ടപ്പോ ഞാൻ അമ്മ പറഞ്ഞ അനുസരണശീലമുള്ളവനായി അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുസരണശീലമുള്ളവനായി മാറിയേനെ. പക്ഷേ ഞാൻ അനുസരണശീലമുള്ളവനായി മാറാൻ ഞാൻ അനുസരണക്കേട് കാണിച്ചപ്പോ എന്നെ ഒന്ന് തിരുത്തിയിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ ജയിലിൽ കിടക്കില്ലായിരുന്നു. അപ്പൊ ഈ അനുസരണക്കേടിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ അമ്മയല്ലേ? അതുകൊണ്ടാണ് അമ്മയുടെ ചെവി രഹസ്യത്തിൽ കടിച്ചെടുത്തത്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ താഴെ വരുന്ന അസോസിയേറ്റ്സിനെ, ഒരുപക്ഷെ അസോസിയേറ്റ്സിനോട് പറയുമ്പോൾ അവർക്കത് വേദനയായി തോന്നിയാലും, നിങ്ങൾ നേരായ പാതയിൽ നടത്തിയില്ലെങ്കിൽ, നിങ്ങൾ പ്രോഗ്രാമുകളിൽ എത്തിച്ചില്ലെങ്കിൽ, നിങ്ങൾ എഴുതി വെച്ചോ, നാളെ അവരുടെ പരാജയത്തിന്റെ പിന്നിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ലീഡർ എന്ന് പറയുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. നയിക്കുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. നയിക്കുന്ന വ്യക്തി കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ, സ്വാഭാവികമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ ആ പ്രോഗ്രാമിന് അദ്ദേഹം പങ്കെടുത്തേനെ. പ്രോഗ്രാമിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുത്താൽ അദ്ദേഹം പങ്കെടുത്തേനെ. പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ ഞാൻ താങ്കളുടെ വർക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രോഗ്രാമിൽ വന്നേനെ. ഇത് പല ആളുകളും പല പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ഫീൽഡിൽ വർക്ക് എടുത്ത് നടക്കുക. നമുക്കൊരു 13,500 സെയിൽ അപ്പുറം ഇപ്പുറം വെച്ച് കിട്ടുന്ന 7,450 രൂപയുടെ വരുമാനമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനോജ് സാറൊക്കെ പറയുന്നത് പോലെ 1 വർഷം 1 year 1 CR എന്ന് പറയുന്ന പഴയ കൺസെപ്റ്റ് മാറ്റിക്കൊണ്ട് 1 year 162 കോടി എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലേക്ക് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാതെ നമ്മൾ എങ്ങനെ പോകും? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസോസിയേറ്റ്സിനെ വഷളാക്കി കളയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്കിവിടെ സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അസോസിയേറ്റ്സ് പറയുന്നൊപ്പം നമ്മൾ ആടുകയാണ്, പാടുകയാണ്, അവരൊപ്പം നമ്മൾ മേളാങ്കിക്കുകയാണ്. അല്ല, ഇവിടെ പരാജയം വന്നാൽ ആര് കുറ്റം പറയും? അസോസിയേറ്റ്സ്. ലീഡറിനെ കുറ്റം പറയും. എന്തുകൊണ്ട് എന്നോട് ആ പ്രോഗ്രാമിന്റെ മഹിമയെ കുറിച്ച് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഈ RTP മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല? എന്തുകൊണ്ട് NDOPയെ കുറിച്ച് പറഞ്ഞില്ല? എന്തുകൊണ്ട് BOPയെ കുറിച്ച് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഹോം മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല? ഈ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ വർക്ക് എടുക്കരുത്, നിങ്ങൾ പ്രോഗ്രാമിൽ വരണമെന്ന് പറഞ്ഞില്ല. ഇതിന്റെ എല്ലാം കാരണം നിങ്ങളെ ആരാണോ നയിക്കുന്നത് അവർ തന്നെയാണ്. എന്താണെങ്കിലും ഞാനൊരു തീരുമാനം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ എടുത്തു. RTPക്ക് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എന്റെ മനസ്സിൽ സബ്കോൺഷ്യസ്ലി പതിപ്പിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉറപ്പിക്കാൻ ശാലം വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കാത്ത ആളുകളുടെ, കൃത്യമായിട്ട് സൂം മീറ്റിംഗിൽ കയറാത്ത ആളുകളുടെ വർക്ക് എടുക്കില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം എന്ത് ചെയ്തു? ഞാൻ എടുത്തു. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ തീരുമാനം എടുക്കാത്ത കൊണ്ടുണ്ടായ വേദന, നിന്ദകൾ, നിരാശകൾ, അത് മാറാൻ വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ചിലപ്പോൾ മറ്റുള്ളവർ പഴിച്ചെന്ന് വരാം. ഇന്നലെ വരെ കൂടെ നടന്ന ആളുകൾ ചിലപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തിയെന്ന് വരാം.
നമ്മളോട് മിണ്ടിയില്ലെന്ന് വരാം, കണ്ടില്ലെന്ന് വരാം. അവർ ചിലപ്പോ ടീമുമാർ, ഇതൊന്നും എന്റെ പ്രശ്നമല്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി കൃത്യമായി പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് വഴി കാണിച്ചെന്ന, മാർഗം കാണിച്ചെന്ന് വേറെ ആരുമല്ല, എന്റെ ലീഡേഴ്സാ. മനോജ് സാർ അടക്കമുള്ള, ഡാനി സാർ അടക്കമുള്ള ലീഡേഴ്സ് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ തന്നെ ചലിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു അണുവിട ഞാൻ വിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിട്ടുകഴിഞ്ഞാൽ നമുക്കത് പരാജയമാണ്. ഇതുപോലെ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളെ നയിക്കുന്നവരാരാണോ അവരെന്ത് പറഞ്ഞാൽ, ഇന്ന് കിണറ്റി ചാടാൻ പറഞ്ഞാൽ ചോദ്യം ചെയ്ത് ചാടണം. ആ ചാടുന്ന രീതിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ MLM എന്ന് പറയുന്ന ഈ ഒരു മേഖലകളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ. വിജയം ചിലപ്പോൾ പതിയായിരിക്കും. ഇന്ന് നിങ്ങൾ പ്രോഗ്രാമിൽ വന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇന്ന് കാണാൻ വെച്ചിരിക്കുന്ന സെയിൽസ് ചിലപ്പോൾ വരാഞ്ഞതുകൊണ്ട് പോയെന്നിരിക്കും. പോവട്ടെ, അത് വിധിയല്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ടതല്ലായിരുന്നു, അങ്ങനെ ചിന്തിക്കേ. നിങ്ങൾക്ക് കിട്ടേണ്ടതല്ലായിരുന്നു, അങ്ങനെ ചിന്തിക്കേ. ചില ലോട്ടറി എടുക്കുമ്പോ അല്ലെ, ലാസ്റ്റത്തെ നമ്മൾ 73 ആണെങ്കിൽ 72 അടിക്കും. അപ്പൊ 71-കാരനും 73-കാരനും എന്ത് പറയും? അതെടുത്തിരുന്നെങ്കിൽ മതിയായിരുന്നു അല്ലെ. ഇത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടതല്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നമ്മൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാം, പ്രോഗ്രാം അതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആളുകൾ ദയവ് ചെയ്ത് ഈ ബിസിനസ് ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥന ഈ പ്രഭാതത്തിൽ. കാരണം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല, ഇവിടെ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിൽ നിങ്ങളെ കൊണ്ടുവരണമെങ്കിൽ തൊണ്ടയിൽ നിന്ന് രക്തം പൊട്ടാറുണ്ട്. ലീഡേഴ്സിന്റെ രക്തം പൊട്ടിയാണ് നിങ്ങളെ ആ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവത്തില്ല, നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ആ സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ബാക്കി പത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സൂചിപ്പിച്ചത്. പ്രോഗ്രാം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്കറിയാം. നമ്മുടെ ഇപ്പൊ ഒരു ഹോം മീറ്റിംഗ് നടത്തുമ്പോ മനോജ് സാർ ഒന്നും വന്ന് നമ്മുടെ ഹോം മീറ്റിങ്ങിലൊന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരത്തില്ല. ഡാനി സാർ വന്ന് പറഞ്ഞു തരത്തില്ല. നമ്മളുടെ ലീഡേഴ്സ്, അവരവരുടെ ലീഡേഴ്സ്, ആ ലീഡേഴ്സാണ് ആ പ്രോഗ്രാമിൽ കാതലായി നിന്നുകൊണ്ട് കാര്യങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് വളരെ കൃത്യമായും വ്യക്തമായും പറയാനുള്ള ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലീഡർ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വലിയ ലെവലിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്താണെങ്കിലും എനിക്ക് ഈ അവസരം വേർതിരിച്ചു തന്ന എന്റെ ഗ്രേറ്റ് മെന്റേഴ്സ് ആയിട്ടുള്ള മനോജ് സാറിനോട്, KBCയുടെ ചെയർമാൻ മനോജ് സാറിനോടും അതുപോലെ തന്നെ ഡാനി സാറിനോടും മറ്റുള്ള എല്ലാ ലീഡേഴ്സിനോടും ഉള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രം എന്റെ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എന്നെ ത്രസിപ്പിച്ച, എന്നെ ചിന്തിപ്പിച്ച, എന്നെ ഈ നാളുകളിൽ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് എനിക്കൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല? 10 മാസം കൊണ്ട് കോടീശ്വരനാകാൻ പറ്റുന്ന ഒരു പദവി ഇവിടെ ഉണ്ട്. വേണ്ട 10 മാസം അന്നായിരുന്നെങ്കിൽ, അന്നൊരു റിസ്റ്റ് ബാൻഡ് മാത്രം വെച്ചിട്ട് 10 മാസമായിരുന്നുവെങ്കിൽ ഇന്ന് ഏകദേശം എത്രയോ പ്രൊഡക്റ്റുകളുണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ കോടീശ്വര പദവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്തുകൊണ്ട് ജനങ്ങൾ അത് യൂസ് ചെയ്യുന്നില്ല? മനോജ് സാറിനേക്കാൾ കഴിവുള്ള, പവറുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇവിടെ എന്താണ്? അവരുടെ ഇഷ്ടത്തിന് ഇവരെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, സിസ്റ്റം യൂസ് ചെയ്യുക, സിസ്റ്റം ഫോളോ ചെയ്യുക, പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. പ്രോഗ്രാം മിസ്സാക്കുന്ന ആളുകൾക്ക് സക്സസ് ആകാൻ പറ്റില്ല എന്ന് ഒരിക്കൽ കൂടി ഇവിടെ അറിയിച്ചുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനമെടുക്കണം. ഞാൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കും. എന്ത് പ്രോഗ്രാം ഇന്നോട്ട് വന്നാലും ശരി, എന്റെ ലീഡർ പറയുന്നതനുസരിച്ച്, ലീഡർ വന്നാലും വന്നില്ലെങ്കിലും ശരി, ഞാനൊരു ലീഡറാണ്, ഞാനാണ് ലീഡർ. അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും, പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കും. എനിക്ക് വിജയിക്കണം. എന്റെ ലീഡർ വിജയിച്ചാൽ എനിക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ വിജയിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ എടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ഉറച്ച തീരുമാനത്തോടെ നമുക്കായിരിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം നിങ്ങളോട് വളരെ ശ്രദ്ധപ്പെടുത്താം. നമ്മുടെ MC-ക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹം MC പോയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. എന്താണെങ്കിലും MC വിളിക്കുന്നത് പോലെ തന്നെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് 2 വാക്ക് അദ്ദേഹത്തിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള, മോട്ടിവേറ്റർ ആയിട്ടുള്ള, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മനോജ് സാറിനെ ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി KBCയുടെ ചെയർമാൻ മനോജ് സാറിനെ ഈ ഒരു വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ പ്രഭാതി സ്വാഗതം. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്ന വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജയ്മോൻ സാറാണ് നമ്മളോട് ഇത്രയും നേരം സംവദിച്ചത്.
വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ആവേശത്തിൽ വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഗ്രേറ്റ് ലീഡറാണ്, ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ വെൽനസ് കോച്ചാണ് അദ്ദേഹം. 10-13 വർഷമായിട്ട് വെൽനസ് മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിനും ടീമിനും എല്ലാ വിജയാശംസകളും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഇന്നത്തെ സബ്ജക്ട് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. ഡയറക്ട് സെല്ലിംഗിൽ സക്സസ് ആകാൻ പ്രോഗ്രാമിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് ആണ്. കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ ഡീപ്പായിട്ട് ഇവിടെ സംസാരിച്ചു. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, 2 മിനിറ്റ് കൊണ്ട് നിർത്തുക. ഇതൊരു പ്രോഗ്രാം ബേസ്ഡ് ബിസിനസ് ആണ്. പ്രോഗ്രാമിലൂടെ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. പ്രോഗ്രാമിലൂടെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന നോളജ് കിട്ടുന്നത്. ഇത് നോളജ് ബേസ്ഡ് ബിസിനസ് ആണ്. നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്തോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ പഠിച്ചോ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഇതിലെങ്ങനെ വിജയിക്കണം എന്ന് നമുക്കറിയില്ല. അപ്പൊ വിജയിച്ച ആളുകൾ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പ്രോഗ്രാമിലൂടെ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രോഗ്രാം ഓറിയന്റഡ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വിജയിക്കാൻ തീരുമാനിച്ചവരുടെ ആദ്യത്തെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, കടമ എന്ന് പറയും. നിങ്ങൾക്ക് വിജയിക്കണോ, നിങ്ങൾക്ക് സക്സസ് ആവണോ, നിങ്ങൾക്കൊരു പാസീവ് ഇൻകം കിട്ടണോ, അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ഓക്കെ. അതിലെ ഒന്നാമത്തെ പ്രോഗ്രാമാണ് ഈ രാവിലെ നടക്കുന്ന നമ്മുടെ സൂം മീറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത പ്രോഗ്രാമാണ് ഹോം മീറ്റിങ്ങുകൾ. അടുത്ത പ്രോഗ്രാമാണ് NDOPകൾ. അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്, ട്രെയിനിങ്ങുകൾ ഉണ്ട്, 1-to-1 ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഡെമോ കാണിക്കുന്ന ട്രെയിനിങ് സെക്ഷൻ ഉണ്ടാവും. അങ്ങനെ പല പല ട്രെയിനിങ്ങുകൾ ഉണ്ടാവും വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ID ക്രിയേഷൻ ഉണ്ടാവും, പിൻ പർച്ചേസ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ വർക്ക്ഷോപ്പ് ട്രെയിനിങ് അതായത് ടീമുകൾ നടത്തുന്നതാണ്. പിന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പിന്നെ NDOPകളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ RTPയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കാറ്റഗറീസ് ചെയ്ത മീറ്റിംഗ് ഉണ്ടാവും. 50,000-ൽ താഴെ വരുമാനം കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ 10,000-ൽ താഴെ വരുമാനം കിട്ടിയ ആളുകൾ. ഇന്നിപ്പോ എറണാകുളത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് 1 lakh and above ലീഡേഴ്സ് മീറ്റാണ്. 1 ലക്ഷത്തിലധികം വരുമാനം കിട്ടിയ ആളുകൾ കാറ്റഗറൈസ് ചെയ്ത് മീറ്റിംഗ്സ് ഉണ്ടാവും. പിന്നെ 5 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടിയ ആളുകൾ, 10 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കിട്ടിയ ആളുകൾ, ഇങ്ങനെ കാറ്റഗറി ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും. കാരണം അവരെയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്, ആദരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് ആണിത്. അതിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ പങ്കെടുക്കണം. നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. അതുപോലെ RTP, LTP ഇതുപോലുള്ള പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക്. ഈ പ്രോഗ്രാമിൽ വന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഫാമിലി ബോണസ് ഒക്കെ വല്ലപ്പോഴൊക്കെ കിട്ടും. അവസാനം പറയും ഞാൻ ജയ്മോൻ സാറിന്റെ ടീമിലായതുകൊണ്ടാവട്ടെ പരാജയപ്പെട്ടു പോയത്, ഞാൻ ഇന്നാളുടെ ടീമിലായതുകൊണ്ടാണ് ഞാൻ സക്സസ് ആവാതെ പോയത് എന്ന് മുകളിലോട്ട് വിരൽ ചൂണ്ടുക. നമ്മുടെ കുറ്റങ്ങൾ ആരും കണ്ടെത്തില്ല. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കില്ല. വിജയിച്ച ആരുടെ കഴിവാണെന്നറിയോ? അത് എന്റെ കഴിവുകൊണ്ട് വിജയിച്ചതാണ്. പരാജയപ്പെട്ട ആരുടെ കഴിവാണെന്നറിയോ? കഴിവുകേടാണെന്നറിയോ? അത് എന്റെ കഴിവുകേടല്ല, എന്റെ അപ്ലൈ ലീഡേഴ്സിന്റെ കഴിവുകേട് കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത് എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാൻ താല്പര്യം, അല്ലെ? അത് മനുഷ്യ സഹജമാണ്. അതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ചാൽ അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം. അവർ ചെയ്യുന്ന കടമകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നാലേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവര് ഒരു എൻട്രി അടിച്ചുകൊണ്ടോ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിയുണ്ടോ, 2 മീറ്റിംഗിൽ വന്നത് കൊണ്ടോ, ഒരു ഡെമോ കാണിക്കാൻ പഠിച്ചത് കൊണ്ടോ, 4 പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടോ, 10 പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഇത് സിമ്പിൾ ആണ്, അല്ലെ? ഡയറക്ട് സെല്ലിങ്ങിന് നമ്മൾ എപ്പോഴും പറഞ്ഞ ബൈപ്പാസ് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മള് റോഡിലൂടെ പോകുമ്പോൾ ബൈപ്പാസ് റോഡ് നോക്കും. എന്തിനാ ബൈപ്പാസ് റോഡ് നോക്കുന്നത്? അത് ഷോർട്ട് കട്ട് ആയിരിക്കും, അല്ലെ? മറ്റേ നമ്മൾ ടൗണിലൂടെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് ബ്ലോക്കിലേക്ക് പെട്ട് പോകണം, അപ്പൊ സമയം എടുക്കും. പക്ഷെ ബൈപ്പാസ് എന്താണ്? നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകും. അപ്പൊ നമ്മുടെ ലൈഫിലുള്ള ഒരു ബൈപ്പാസ് ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. നല്ല ബൈപ്പാസിലൂടെ അങ്ങ് കയറി പോവാം. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് സക്സസിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ബൈപ്പാസ് ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ റൂട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിച്ചാൽ
ഇല്ലെങ്കിൽ നിങ്ങൾ ആ പഴയ റൂട്ടിലെ പോയ ബ്ലോക്കിലേക്ക് പെട്ട് അവിടെ കിടക്കും. ഇവിടെ ബൈപ്പാസ് വന്നുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ആവശ്യകതയെ കുറിച്ച് അധികം സംസാരിച്ചത്. വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. സൂമിൽ പങ്കെടുക്കുന്നുണ്ട്, BOP-യിൽ ചില ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, NTOP-യിൽ ചില ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, RTP-യിൽ പങ്കെടുക്കാത്ത ആളുകളാണ് ഇതിനകത്ത് കൂടുതൽ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മാറാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഒരു ദിവസം ഈ സക്സസ് എന്ന് പറയുന്നത് ഒറ്റ സുപ്രഭാതത്തിൽ വരുന്നതല്ല, അത് ഡെയിലി ഹാബിറ്റ്സ് ആണ്. നമ്മളെ ചെറിയ ചെറിയ ഹാബിറ്റ്സുകളാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ 1% മാറാൻ തയ്യാറാണ്. ഞാൻ എല്ലാവരോടും അന്നും ഒന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. 5 ആൾക്ക് കോൺസെപ്റ്റ് കൊടുക്കാതെ ഞാൻ വീട്ടിൽ കയറി ഉറങ്ങില്ല. നിങ്ങൾ തീരുമാനിക്കണം. ഒരു ദിവസം 5 പേരെങ്കിലും കാണും. ആ 5 പേരുടെ പേരും അവരുടെ ലിസ്റ്റും ഫോൺ നമ്പർ ഉൾപ്പെടെ നിങ്ങളുടെ ഡയറിയിൽ നോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. അവരെന്താ പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് അവളെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ചുരുങ്ങിയത് ഒരു 7 തവണയെങ്കിലും ഫോളോ അപ്പ് ചെയ്താലേ ഒരാൾ വരുള്ളൂ. അതാണ് പഠനങ്ങൾ പറയുന്നത്. 1 or 2 തവണ ചെയ്തിട്ട് ഞാനില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർത്തിപ്പോകരുത്. 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും തവണയെങ്കിലും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഒരു ദിവസം 5 പേർക്ക് നിങ്ങൾ കോൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാളെങ്കിലും വരില്ലേ ഒരു ദിവസം. ഈ രീതിയിലേക്കായിരിക്കണം നിങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ശബ്ദം ചെയ്യണം. ആരോടാ ശബ്ദം ചെയ്യണം? നമ്മളോട് ശബ്ദം ചെയ്യണം. മനസ്സിലായ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് നിങ്ങളോടാണ്. അതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരെ കുറ്റം പറയാനല്ല നമ്മൾ വായ തുറക്കേണ്ടത്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ഞാൻ ഇന്ന് മുതൽ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇന്നത്തെ ചെയ്യും, ഞാൻ അവിടെ പോകും, ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ ഈ മാസം ഇത്ര രൂപ അച്ചീവ് ചെയ്യും. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതിയെന്ന്. നിങ്ങൾ 1 ലക്ഷം 2 ലക്ഷം ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് എടുക്കണം. അവിടെ വിജയിക്കും. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു ലോകത്തെ എവിടെയും വിജയിച്ചിട്ടില്ല, കേട്ടില്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് കമ്മിറ്റ്മെന്റ് എടുക്കുക. ഞാൻ ഡെയിലി 5 പേരെ കണ്ടിട്ട് ഞാൻ വീട്ടിൽ കയറി ഉറങ്ങുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുതിയ ആളുകളെ പരിചയപ്പെട്ട് അവരോട് സംസാരിച്ച് ഇല്ലേ, ബന്ധങ്ങൾ സൃഷ്ടിച്ച് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എടുത്തുകൊണ്ട് അല്ലെ, റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ആയിട്ടാണ് വിജയത്തിലേക്ക് എത്തുന്നത്. ഒരു സുപ്രഭാതത്തിൽ ആരും വിജയിച്ചിട്ടില്ല. ലോക ചരിത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാലോ അല്ലെ, സുപ്രഭാതത്തിൽ ആരും വിജയിക്കില്ല. അപ്പൊ ഒരു ദിവസം 1% നിങ്ങൾ മാറാൻ തയ്യാറാകുക. 1%. ഓരോ ദിവസവും 1% മാറിയാൽ മതി. അപ്പോ 100 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എത്ര ശതമാനം മാറും? 100% മാറിയിട്ടുണ്ടാവും. ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളായിരിക്കില്ല 100 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അല്ലേ 100%, 100% സക്സസിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും 1%. ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. 5 പേരെ കാണാതെ ഞാൻ എന്റെ വീട്ടിൽ കയറി ഉറങ്ങില്ല രാത്രി. 5 പേരുടെ ലിസ്റ്റ് നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതണം, ഫോൺ നമ്പർ എഴുതണം അല്ലേ. ഇന്ന് മാർച്ച് 14-ാം തീയതി, നാളെ മാർച്ച് 15, മാർച്ച് 16, മാർച്ച് 17, മാർച്ച് 18. ഇങ്ങനെ നിങ്ങൾ ഒരു ബുക്ക് വാങ്ങി, ഡയറി വാങ്ങിയിട്ട് അതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കിക്കോളൂ സുഹൃത്തുക്കൾ. ഒരു സംശയവും വേണ്ട. നല്ലൊരു വലിയൊരു ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരു സംശയം വേണ്ട. പുതിയ ആളുകളെ കാണും. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് അവരെ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിക്കുക. എല്ലാവരും പ്രോഗ്രാം സെന്ററിൽ പെട്ടെന്ന് വരില്ല. കാരണം ഇതിപ്പോ നമ്മുടെ ആവശ്യമാണ് അല്ലെ. അവർക്ക് എപ്പോഴാണോ ആവശ്യമായി മാറുന്നത് അപ്പോഴാണോ ഒരു പ്രോഗ്രാം സെന്ററിലേക്ക് വരിക. വരട്ടെ, സമയം എടുത്തോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ആദ്യം ഹോം മീറ്റിംഗ് നടത്തുക. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ മീറ്റിംഗിൽ വരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവരുടെ വീട്ടിൽ പോയി മീറ്റിംഗ് നടത്ത്. അതിന് കുഴപ്പമില്ലല്ലോ അല്ലെ. മീറ്റിംഗ് സെന്ററിലേക്ക് പെരുമ്പാവൂരേക്കോ എറണാകുളത്തേക്കോ കോട്ടയത്തേക്കോ വരാൻ പറയുമ്പോൾ അവർക്ക് പ്രയാസം. ഇല്ലേ, ഇതാ ഇവിടെ മുഹമ്മദ് അലി സാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹം കുറെ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അവരോട് പെരുമ്പാവൂർ മീറ്റിങ്ങിന് വരാം, അവർ വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവരുടെ വീട്ടിൽ നടത്തണം മീറ്റിംഗ്. ഹോം മീറ്റിംഗ് നടത്ത്. മനസ്സിലായ? 2-3 മീറ്റിംഗ് അവിടെ നടത്ത്. അപ്പൊ അവർക്ക് മനസ്സിലാവും, അവർക്ക് ഫാമിലിക്ക് മനസ്സിലാവും. അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? അവര് പറയും, ഭാര്യയും ഭർത്താവും പറയും, നമുക്കെന്നാ ഒന്ന് പോയി നോക്കാം ഇല്ലേ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ വിജയത്തിലേക്ക് എത്തേണ്ടത്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിലൊന്നും ആർക്കും കോടിയടിക്കാൻ പറ്റില്ല ഇവിടെ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും 1% മാറാൻ വേണ്ടി ഇന്ന് തയ്യാറാകുക. എന്നെ കേട്ടവര് ഞാൻ പറയുന്നു, ഇന്ന് തന്നെ ഒരു ഡയറി, പഴയ ഡയറി ആയാലും കുഴപ്പമില്ല, അതിന്റെ ഡേറ്റ് എടുത്ത് നിങ്ങൾ എഴുതി ഇന്ന് എത്ര പേരെ കണ്ടു. അത് നിങ്ങൾ നിങ്ങളോട് നീതി കാണിക്കണം. ഇത് നിങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ. ഐ ആം ദ ബെസ്റ്റ്, ഞാൻ സൂപ്പറാണ്, എനിക്കിതൊക്കെ സാധിക്കുന്നു അല്ലേ. എന്നെ കളിയാക്കി, അത്ര ആള് കളിയാക്കി, അവന് വണ്ണമില്ല, വെയിറ്റ് ഇല്ല, നീളമില്ല, പൊക്കില്ല അല്ലേ. വണ്ടി ഓടിക്കാൻ അറിയില്ല, ഇവന് നടക്കൂലെന്ന് വെറുതെ അല്ലേ. അങ്ങനെ കളിയാക്കിയപ്പോഴും എന്റെ പൊന്നു സുഹൃത്ത്, ഞാൻ ബെസ്റ്റാണ്, എനിക്കിത് സാധിക്കും. ഞാൻ വിചാരിച്ച് സാധിക്കാത്ത എന്തുണ്ട് എന്ന് നമ്മളെ മനസ്സിലേക്ക് ഊർജം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. സ്റ്റാർട്ട് യുവർ സെൽഫ്. നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാനല്ല, ജയ്മോൻ സാറല്ല,
ആരാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് യുവർ സെൽഫ്, പുഷ് യുവർ സെൽഫ്. നിങ്ങൾക്ക് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ആരും ഘോരഘോരം പ്രസംഗിച്ചൊരു കാര്യമില്ല. നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യേണ്ട താക്കോല്, നിങ്ങളെ മനസ്സ് തുറക്കേണ്ട താക്കോല് നിങ്ങളുടെ കയ്യിലാണ് സുഹൃത്തുക്കളെ. സ്റ്റാർട്ട് യുവർ സെൽഫ്, പുഷ് യുവർ സെൽഫ്. നിങ്ങളെ പുഷ് ചെയ്യണം. മനസ്സിലായേ? ഞാൻ വിജയിച്ചേ അടങ്ങുള്ളൂ. എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും കളിയാക്കലുകളും പുച്ചിക്കലുകളും ഒക്കെ വന്നാലും വിജയിക്കുന്നത് വരെ ഞാൻ മുന്നോട്ട് പോകും. എന്റെ ലക്ഷ്യം ഇതാണ്. അത് നേടിയെടുക്കുന്നവരെ ഞാൻ മുന്നോട്ട് പോകുന്ന ആവേശത്തോടെ പോയാൽ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം അത് നിങ്ങളിലേക്ക് നേടിത്തരും. ഈ പ്രപഞ്ചത്തിലേക്ക് എന്താണോ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക, അല്ലെ? പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ കൊടുക്കണം. ഞാൻ സക്സസ് ആവും, ഞാൻ സക്സസ് ആവും, നിങ്ങളിലേക്ക് സക്സസ് വരും. ഒരു സംശയവും വേണ്ട. മറ്റോ നശിക്കട്ടെ, അവന് ഇത്ര കിട്ടിയിട്ടുണ്ടോ, അവന് ഇത്ര കിട്ടിയല്ലേ, അതൊന്നും ശരിയാവില്ല, അതൊന്നും അധികാരം കിട്ടാനൊന്നും പോകുന്നില്ല കേട്ടാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നാൽ നിങ്ങൾക്ക് 10 പൈസ കിട്ടാനും വേണ്ടി പോകണ്ട. അതുകൊണ്ട് ഈ പ്രകൃതിയിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ സ്റ്റാർട്ട് യുവർ സെൽഫ്, പുഷ് യുവർ സെൽഫ്, മോട്ടിവേറ്റ് യുവർ സെൽഫ്. മനസ്സിലായില്ലേ? ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വിരിയ, നമ്മൾ കോഴിമുട്ടയുടെ കഥ പറയുമ്പോൾ അല്ലെ, കോഴിമുട്ട ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വിരിഞ്ഞ് വരുമ്പോഴാണ് അത് കോഴിക്കുഞ്ഞുങ്ങളാകുള്ളൂ, ജീവൻ പുറത്തേക്ക് വരുള്ളൂ, ജീവൻ തുടിക്കുള്ളൂ. പുറത്തുനിന്നുള്ളൊരു ശക്തി കൊണ്ട് അതിന്റെ മുട്ടത്തോടിനെ ദിവസം പോയിട്ട് ഓരോ മുട്ടിയാൽ 21 ദിവസം കഴിയുമ്പോ അത് ആ കുഞ്ഞുങ്ങളായിട്ട് ജീവനോട് വിരിഞ്ഞു വരില്ല സുഹൃത്തുക്കൾ, അത് ചത്തിട്ടുണ്ടാവും, അല്ലെ? അതുപോലെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം നിങ്ങൾക്ക് വിജയിക്കുന്നുള്ള ആവേശം ഉണ്ടാകണം. മനസ്സിലായ? എന്നാലും എന്നൊരു ലീഡ് വിളിച്ച് പറയാം, സാറേ നമ്മളെ കമ്പനി ശരിയല്ല സാറേ എന്ന് അവരൊക്കെ പറയണത് സാറേ, അവിടെയൊക്കെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട് സാറേ. ഞാൻ പറഞ്ഞത് അവരുടെ പണിയാണ്. പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാവുള്ളൂന്ന്. വെറുതെ വീട്ടിലിരിക്കുന്നവരാരെങ്കിലും പറയോ? ഇന്ന് വരെയും ബയോട്ടോറിയോ എന്ന് പറയുന്ന കമ്പനി 1 രൂപ പോലും മാർക്കം കൊടുക്കാനില്ല. ഉണ്ടോ? ഒരാൾക്കും കൊടുക്കാനില്ല. 10 പൈസ കൊടുക്കാനില്ല. 6 വർഷമായി 300-ൽ പരം കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ഫാസ്റ്റസ്റ്റ് കറോർപതി കമ്പനി എന്നുള്ള അവാർഡ് കിട്ടിയ കമ്പനിയാണ്. അത്രയും നല്ലൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്, അല്ലേ? എന്നിട്ട് പലരും പലതിലേക്കും ചാടിയപ്പോ അവിടുന്നും ചാടി ഇവിടുന്നും ചാടി ഇപ്പൊ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയാണ്. എന്താണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. എന്നിട്ട് അവരിൽ ചില ആളുകളാണ് പറയുന്നത് ബയോട്ടോറിയം ശരിയല്ല കേട്ടാ. അന്നും ഇന്നും എന്നും നെഞ്ചു വിരിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ബയോട്ടോറിയം. ഡോക്ടർ സാഗർ ജോഷി സാർ നയിക്കുന്ന പ്രസ്ഥാനമാണ് ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട. 162 കോടി രൂപ ഒരു വർഷം ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് നൽകാൻ തയ്യാറായിട്ടുള്ള കമ്പനിയാണ് ബയോട്ടോറിയം. ഒരു സംശയം വേണ്ട. അതൊക്കെ വാങ്ങുന്ന ആളുകൾ 2030 മുമ്പായിട്ട് ഈ കേരളത്തിലുണ്ടാവും. ഒരു വർഷം 162 കോടി രൂപ വാങ്ങുന്ന നിരവധി ആളുകൾ 2030 ആകുമ്പോഴേക്ക് കേരളത്തിലുണ്ടാവും. നിങ്ങൾ നോക്കിക്കോളൂ. ഇന്ന് തുടങ്ങിയ ആളുകൾക്കും അത് വാങ്ങാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വാങ്ങാം. അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു 100 പേരുടെ ടീമിനെ ഞാൻ എപ്പോഴും പറയുന്ന 100 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ജീനിയസിലും വിന്നറിലും 100 പേര്, 100,000, 10,000, 1 ലക്ഷം ആക്കാൻ അധികം സമയം വേണ്ട സുഹൃത്തുക്കളെ, അല്ലെ? ഏറ്റവും പൊട്ടൻഷ്യൽ ആയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ഡയറക്ട് സെല്ലിങ്ങിൽ. കാരണം അത്രയും, അല്ലെ, പ്രോസസ് നമുക്ക് ഇവിടെയുണ്ട്. 150 കോടി ജനങ്ങൾ താമസിക്കുന്ന അത്രയും ബന്ധങ്ങളുള്ള റിലേഷൻഷിപ്പ് കൺട്രിയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും സാധ്യത നമുക്ക് ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിലുണ്ട്. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വിചാരിച്ചാൽ 162 കോടി രൂപ ഒരു വർഷം നേടിയിരിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനാണ് നമ്മൾ ഒരു ദിവസം 1% മാറും. 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 100% മാറാൻ വേണ്ടി സാധിക്കും. അതിന് പ്രോഗ്രാമിൽ വരിക, കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക, അത് ടീമിലേക്ക് പകർത്തി കൊടുക്കുക, ടീമിൽ ആവേശം കൊള്ളിക്കുക, ടീമിനെ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തിക്കുക, അവരെ ഗൈഡ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ലീഡറായിട്ട് മാറുക. ഒരു സംശയം വേണ്ട. സക്സസ്, ഇല്ലേ, അത് നിങ്ങൾക്കുള്ളതാണ്, ഇല്ലേ? വിജയം ആരുടെയും കുത്തകയല്ല. വിജയം നമ്മൾ നേടിയെടുക്കേണ്ടതാണ്, പിടിച്ചെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആർക്കും സാധിക്കും. പക്ഷെ കളിയാക്കും. ഇല്ല, തിരുവനന്തപുരത്ത് നമ്മളെ ശ്രീജ എന്ന് പറയുന്ന പെൺകുട്ടിക്ക്, ഇല്ലേ, സിവിൽ സർവീസ് എക്സാമിൽ റാങ്ക് കിട്ടി, ഇല്ലേ? വെറും കൂലിപ്പണിക്കാരന്റെ മകള്, അല്ലെ? സ്വന്തം സൈക്കിളിലാണ് അദ്ദേഹം വീട് കക്കൂസ് വൃത്തിയാക്കുന്ന പണിക്ക് വരെ അദ്ദേഹം പോയിട്ടുണ്ടെന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് ഒറ്റ പാഷൻ ഉണ്ടായിരുന്നു, മക്കളെ പഠിപ്പിക്കുക. അങ്ങനെ മക്കളെ പഠിപ്പിക്കുമ്പോഴും ആളുകൾ കളിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ. ഡിഗ്രി കഴിഞ്ഞ് വല്ല ജോലിക്ക് വിട്ട് 10,000 രൂപ കിട്ടില്ലേ? അല്ലാണ്ട് നീ വെറുതെ ഇവളെ കൊണ്ടുപോയിട്ട് ചെന്നൈയിൽ കൊണ്ട് ചേർക്കുക, ഇല്ലേ, PG പഠിപ്പിക്കുക, എന്നിട്ട് IAS കോച്ചിങ്. നീ അല്ല പൊട്ടനല്ലേ? വെറുതെ ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണോ? സാധാരണക്കാരനൊക്കെ ഇത് കിട്ടുമോ? ഇതൊക്കെ അത്രയും ടഫായ എക്സാമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന എക്സാമാണ്. അതിലൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് എത്ര പേര് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും? പറയില്ലേ? ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു കൂലിപ്പണിക്കാരനോട്. അദ്ദേഹം ബഫൂണാണ്, വിവരമില്ലാത്തവനാണ്, അതുകൊണ്ടാണ് മകൾ പറഞ്ഞ കണക്ക് ഇങ്ങനെ കേൾക്കുന്നത്, ഇല്ലേ? പറയൂലേ?
ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്റെ മകൾക്ക് അതിന് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇല്ലേ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും അദ്ദേഹത്തിന്റെ വിയർപ്പൊഴുക്കിയപ്പോൾ ആ കുട്ടിയും ഫാമിലിയും ഇല്ലേ ഒരു വൈറ്റ് വാഷ് പോലും ചെയ്യാത്ത വെറും ഒരു സാധാരണ കുടുംബത്തിൽ ഇല്ലേ ജീവിച്ചുകൊണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു സ്വപ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ മാതാപിതാക്കൾക്ക് സാധിച്ചപ്പോ എന്തുണ്ടായി ഇല്ലേ? ആ കുട്ടി തന്നെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എഴുതി വെക്കാൻ തുടങ്ങി. ഭിത്തിയിൽ എഴുതി വെച്ചു 15ാമത്തെ റാങ്ക് ഞാൻ ഇന്നത്തെ അച്ചീവ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ കുട്ടി ഓടി പ്രവർത്തിച്ചപ്പോ ഇല്ലേ റാങ്ക് അച്ചീവറായി ഇല്ലേ. സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടാവും, അതുപോലെ നിങ്ങളെയും കളിയാക്കുന്നുണ്ടാവും. എന്റെ അലീഗ വേറെ പണിയൊന്നുമില്ല, ഇതൊന്നും നടക്കാൻ പോണ കാര്യം, ഞാനൊക്കെ ഇത് പണ്ട് ചെയ്തതാണെന്ന്. മനസ്സിലായ? നിങ്ങളൊക്കെ ഇപ്പോഴേ ചെയ്യുന്നു. ഇങ്ങനെ എന്തൊക്കെ വന്നു എന്റെ സാറേ, ഇതൊക്കെ ഒന്നും നടപടിയാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെയും പിന്നോട്ട് വലിക്കുന്ന കുറെ ശക്തികൾ ഉണ്ടാവും എന്റെ ഭഗത് സാറേ. മനസ്സിലായ? അവരുടെ ഒന്നും താളം കേട്ടിട്ട് നിങ്ങൾ മനസ്സ് വിഷമിച്ചാലുണ്ടല്ലോ ഇതെല്ലാം ചില്ല് കൊട്ടാരം പോലെ തകരാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ ആവേശത്തോടെ പറയുന്നു ഇല്ലേ, ഒരു സംശയവും വേണ്ട, നമുക്ക് എല്ലാവർക്കും സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ് ആണ് ഇന്ന് പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവരും പ്രോഗ്രാമിൽ എത്തിച്ചേരുക. ഇന്നത്തെ പ്രോഗ്രാമിൽ എല്ലാ 1 lakh and above അച്ചീവേഴ്സ് ലീഡേഴ്സ് എത്തണം. അതുകൊണ്ട് എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ദിവസം തൃശ്ശൂർ BOP ഉണ്ട്, കോട്ടയം BOP ഉണ്ട്. ഇങ്ങനെ BOPയുടെ സെന്റേഴ്സിന്റെ ചാർട്ടുകളെല്ലാം തന്നെ ഗ്രൂപ്പുകളിലേക്ക് വരും. അവിടെ നിങ്ങൾ പരമാവധി ഗസ്റ്റുകളുമായിട്ട് എത്തിച്ചേരുക എന്നുള്ള ഒറ്റ ഡ്യൂട്ടി മാത്രമേ നിങ്ങളെ സംബന്ധിച്ചിടത്തുള്ളൂ. ഈ ഡ്യൂട്ടി മാത്രം ചെയ്താൽ നമ്മളറിയാതെ നമ്മൾ ലിഫ്റ്റിനകത്ത് കയറുമ്പോ ഇല്ലേ ഏത് ഫ്ലോറാ വേണ്ടെന്ന് അവിടെ ബട്ടൺ അടിച്ചു കൊടുത്താൽ മതി ഇല്ലേ. ഇപ്പൊ 1,000 കോടി എന്നുള്ള ബട്ടൺ ഇപ്പൊ ഞാൻ അടിച്ചു വെച്ചിരിക്കുക. ഇത്രയും നാൾ തുടക്കത്തിൽ 1 കോടിയുടെ ബട്ടണിലാണ് ഞാൻ കയറിയത്. 1 കോടിയുടെ ബട്ടണിൽ കയറിയപ്പോ 1 കോടി എത്തി. പിന്നെ ഞാൻ വിചാരിച്ചൊരു 100 കോടിയിലേക്ക് എത്താൻ പറ്റും നമ്മളെ പ്ലാറ്റ്ഫോമിൽ നിന്ന്. അപ്പൊ 100 കോടി അങ്ങ് അടിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മളെ പ്ലാറ്റ്ഫോമിൽ 1000 കോടി നേടാൻ ഒരു പ്രയാസവും ഇല്ല. മനസ്സിലായില്ലേ? ആലോചിച്ച് നോക്കണം. വിഴിഞ്ഞം കടപ്പുറത്തൂടെ ഒരു ബാറ്റും ബോളും എടുത്ത് നടന്ന പയ്യനില്ലേ, ആ പയ്യന്റെ ആസ്തി 100 കോടി രൂപയാ. ആലോചിച്ച് നോക്കണം. 100 കോടി രൂപയാ. പലപ്പോഴും അദ്ദേഹം പിറകോട്ട് പോയിട്ടുണ്ട് പലപ്പോഴും അല്ലെ. എപ്പോഴും ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തപ്പോ അദ്ദേഹം പിറകോട്ട് പോയപ്പോ അദ്ദേഹത്തിന് കിട്ടാത്ത ഇല്ലേ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ അവഹേളിച്ചിട്ടുണ്ട്. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, നിർത്തിപ്പോ എന്റെ മോനെ ഇല്ലേ. എപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അപ്പോഴും അവഗണിച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം തന്നെ സുഹൃത്തുക്കളെ അല്ലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ആവേശത്തോടെ ഉയർന്നു വരാനും ലോകത്ത് ഇല്ലേ ഇന്ത്യയുടെ അഭിമാനം ഉയർത്താനും ഇല്ലേ സഞ്ജു സാംസൺ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പാഷനായിട്ട് ഏറ്റെടുത്തോണ്ടാണ്. ഇന്ന് ആ കൊച്ചുകുട്ടിയുടെ അല്ലെ പയ്യന്റെ ഇല്ലെ എത്ര വയസ്സുള്ളവനൊക്കെ ഇല്ലെ ആ മഹത് വ്യക്തിയുടെ വരുമാനം 100 കോടി രൂപ കഴിഞ്ഞു. ആലോചിച്ച് നോക്കണം, അസറ്റ് കഴിഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഒരാൾക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പം ബാറ്റും ബോളും എടുത്ത് ചെയ്യാൻ പറ്റില്ല അല്ലെ, പക്ഷെ നമുക്ക് ദൈവം ഒരു അവസരം കൊണ്ടു തന്നിട്ടുണ്ട് ഇവിടെ. അതാണ് നമുക്കൊരവസരം ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ അവസരത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? നിങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിർത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തുക, എല്ലാം പ്രോഗ്രാമിലേക്ക് വരിക, പഠിക്കാൻ തയ്യാറാകുക, പഠിപ്പിക്കാൻ തയ്യാറാകുക. കോൺഫിഡൻസോട് കൂടിയിട്ട് ആര് എതിർത്താലും ആര് തളർത്താൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ നിന്നൊരു തീപ്പന്തമായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ്. ഈ ഒരിക്കൽ കൂടി പ്രോഗ്രാം അവതരിപ്പിച്ച ജയ്മോൻ സാറിനും ടീമിനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ആവേശത്തോടെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.